ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂര നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത് രവീന്ദ്രൻ ചന്ദ്രമതിയിൽ സംസാരിച്ച് വന്നിട്ട് യാതൊരു രീതിയിലും റെസ്പോൺസ് ഇല്ല എന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം ഒരു നിരാശയുടെ രീതിയിൽ രവീന്ദ്രൻ തിരിച്ച് വന്നെന്ന് എല്ലാവരും കണ്ടിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തായ കാര്യങ്ങൾ എന്തായാലും ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, ഞാൻ പറഞ്ഞിട്ട് പോലും ചന്ദ്രമതി കേൾക്കുന്ന ഇതില്ല. കാരണം അവൾ അവളുടേതായിട്ടുള്ള പിടിവാശി നിൽക്കുകയാണ്, മാറ്റമില്ല, കേസോട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയും, അയ്യോ ഇത് എങ്ങനെയും പിൻവലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ശരത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്തെങ്കിലും ഒരു മാർഗം നോക്കണം, അല്ലാതെ ഇത് നടക്കത്തില്ല, ശരത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്നാ ചെയ്യാനാണ്, ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുക. എന്തെങ്കിലും നമുക്ക് മാർഗം ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കണ്ടു നോക്കുക, വക്കീലിനെ ഒന്ന് കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടാകും, നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ശരത്തിനെ സച്ചി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സീനാണ് കാണുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും രേവതിയും സച്ചിയും കൂടി ചേർന്ന് വക്കീലിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് സാറേ അമ്മയോട് ഞങ്ങൾ സംസാരിച്ച് നോക്കി, ഞങ്ങളായിട്ടും അച്ഛനായിട്ടൊക്കെ സംസാരിച്ച് നോക്കി, പക്ഷെ അമ്മ എടുക്കുന്നൊരു ലക്ഷണമില്ല. കാരണം എന്ന് കഴിഞ്ഞാൽ ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്, കുടുംബ പ്രശ്നമാണ്. സാറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ല, അമ്മയും എൻ്റെ സഹോദരനും ചേച്ചിയും കൂടി ചേർന്ന് ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇപ്പം എല്ലാം കൂടി ചേർന്ന് ഞാനിപ്പം അനുഭവിക്കേണ്ടതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പരിണതഫലമായിട്ടാണ് അവൻ ഈ കേസ് ഇറങ്ങി തിരിച്ചത്, ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ടിപ്പം എന്താ പറ്റുക, അവൻ്റെ ജീവിതം തന്നെ, ശരത്തിൻ്റെ ജീവിതം തന്നെ പോയി. പക്ഷേ എങ്ങനെയും അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 5 ലക്ഷം രൂപ തരുവാണെന്നുണ്ടെങ്കിൽ ഈ കേസ് ഒതുക്കി തീർക്കാമെന്ന് പറയാം. 5 ലക്ഷം രൂപ സാർ, 5 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ എവിടെ പോകാൻ? 2 ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തീർത്ത് തന്നെ. പക്ഷേ 2 ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേസായിട്ട് മാത്രം ഒതുക്കി തരാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത് 5 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറയുക. സാറേ ഇപ്പം 5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ അവിടെ പോകാൻ, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് വേണം നമ്മൾ കേസ് മായ്ച്ച് കളയാം എന്നുള്ള രീതിയിൽ പറയാണ്. ശരി, അത് നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ സച്ചി വന്ന് തൻ്റെ ഒരു വണ്ടി പണയം വെക്കുവാണ്. വണ്ടി പണയം വെക്കുമ്പോൾ അവളോട് പറയാം, സാറേ എങ്ങനെയും എനിക്കൊരു 5 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ഓൾറെഡി നീ ഇതിൻ്റെ അത് പണയമൊക്കെ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നിൻ്റെ വണ്ടിക്ക് പണയം വെക്കുവാണെങ്കിൽ തന്നെ ഒരു 1.25 ലക്ഷം രൂപ എടുത്തുള്ളൂ, അത് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ല സാറേ, എനിക്കൊരു 5 ലക്ഷം വേണമെന്ന് പറയും. മാക്സിമം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോഴത്തേക്ക് മഹേഷ് പറയും, സാറേ എങ്ങനെയും മഹേഷ് അതിന് മുമ്പേ പറയുന്നത്, സാറേ എങ്ങനെയും കുറച്ച് ഫണ്ട് കൂടെ കൊടുക്കണം, 5 ലക്ഷമായിട്ട് കൊടുക്കണം, അവൻ അത്യാവശ്യമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, 5 ലക്ഷം വേണ്ട, 1.25 2 ലക്ഷമായിട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 2 ലക്ഷം കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ 2 ലക്ഷം സമ്മതിക്കുകയാണ്. സച്ചിയും മഹേഷും സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 2 ലക്ഷം മേടിച്ചുകൊണ്ട് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് മഹേഷ് ഒരു 25,000 രൂപ എടുത്ത് കൊടുക്കുക. എടാ ഇത് കൈവച്ചെന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്തിനാ ഈ കാശ് ഇങ്ങനെ തരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇല്ലടാ നിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, വേണ്ട നീ ആവശ്യത്തിന് കാശും തരണ്ട മഹേഷേ എന്ന് പറഞ്ഞാൽ നിനക്കാണ് ആവശ്യം കൂടുതൽ, ഞാനായിട്ട് എനിക്ക് കാശ് റെഡിയാകും, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടുമൊന്നും വേണ്ടെന്ന് സച്ചി പറയുകയാണ്. അതുകൊണ്ട് മഹേഷ് പറയാം, എടാ എനിക്ക് വണ്ടിയുടെ ഡ്യൂവും കാര്യങ്ങളുണ്ട്, പിള്ളേരെ പഠിപ്പിക്കണം, ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും നിൻ്റെ ആവശ്യങ്ങൾ ഇപ്പം നടക്കട്ടെ, നിൻ്റെ ആവശ്യങ്ങളാണ് ഇപ്പം മേലെ നിൽക്കുന്നത്, അത് നടത്തിയേ പറ്റൂ, കാരണം ഞാൻ അവനെ ഇറക്കിക്കൊണ്ട് വന്നേ പറ്റൂ, നമ്മുടെ സഹോദരനല്ലടാ അവനെ കൊണ്ടുവരണം എന്നുള്ള രീതി പറയുക. ഉടനെ അവർ രണ്ടുപേരും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിട്ടുള്ള ഒരു വികാരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ സച്ചിൻ രേവതിയും കൂടി ചേർന്ന് ഇവരുടെ വീട്ടിൽ ലക്ഷ്മിയുടെ കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. രേവതിയുടെ വീട്ടിൽ വന്നപ്പോഴത്തെ രേവതിയോട് ചോദിക്കുക, രേവതിയോട് ചോദിക്കുക എന്തായി മോളെ കാര്യങ്ങളൊക്കെ എന്ന് പറയാം. അമ്മ ക്യാഷൊക്കെ റെഡിയാവുന്നുണ്ട്, അവിടുന്ന് ഇവിടെ നിന്നെല്ലാം നോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്വർണം പണയം വെച്ചതും മറ്റു കാശുകളെല്ലാം കൂടി ചേർത്ത് ഒരു 1.5 ലക്ഷം രൂപ നമ്മുടെ ലക്ഷ്മിയും ദൈവം കൂടി ചേർന്ന് കൊടുക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ശമ്പള പൈസയൊക്കെയാണ്. അപ്പോൾ പറയും, അമ്മ ഇത് എന്തിനാ അമ്മ ഞങ്ങൾ ഇവിടെ നിന്ന് റെഡിയാക്കാമെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല മോളെ അവനെ എങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ പറ്റൂ, ഇതിരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല. ഇല്ല അമ്മ ഞങ്ങൾ വേറെ നമ്മൾ അറേഞ്ച് ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിൻ പറയുമ്പോഴത്തേക്ക്, ഇല്ല മോനെ ഇരിക്കണം, കാരണം നിങ്ങൾ ഇത്രയോ കടന്ന്, അതായത് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ഇവിടെ കടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്, നീ ഇത് കാശ് കൊണ്ടുപോകും, കാരണം എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ, നമുക്ക് പിന്നീടാണ് ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറയാം. അപ്പോൾ ആ ക്യാഷും കൂടെ റെഡിയാകും. അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ തിരിച്ചു വന്ന് വീട്ടിലിരിക്കുക. അത് സച്ചിൻ രേവതി ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ക്യാഷൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി പറയും, സച്ചി ചേട്ടാ എൻ്റെ സ്കൂട്ടി വിൽക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി സ്നേഹത്തോടെ
സ്നേഹവും ദേഷ്യവും കലർന്നുള്ളൊരു സ്വഭാവത്തിലുള്ള ഒരു കൈക്കിട്ട് ഒറ്റടി പിടിച്ചു. നീ എന്ത് പറയുന്നത്, ആവശ്യമില്ലാന്ന് പറയുന്നു, ആ ബൈക്ക് വിട്ടില്ല സ്കൂട്ടി വിട്ടിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നത്? കാരണം ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, അത് നീ വിറ്റു, അതും കൂടി വിറ്റ് കളയാൻ വേണ്ടിയാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. ഉടനെ എല്ലാ ഇല്ല സച്ചിയേട്ടാ, കരഞ്ഞ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി കൂടെ കാശാകത്തില്ല. ഇല്ല അതവിടെ നിൽക്കട്ടെ, കരഞ്ഞ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ കീറുന്നൊരവസ്ഥയാണ്. നീ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പൂവിക്കും, പിന്നെ എങ്ങനെ നീ നിൻ്റെ ബിസിനസ് ചെയ്യും? അതൊക്കെ വേണം, നമുക്ക് പിന്നെയും ബിസിനസ് ചെയ്യണം, അതിനുവേണ്ടി നിനക്ക് ആ വണ്ടിയൊന്നും വിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശരി സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരണം. രവീന്ദ്രൻ അങ്ങോട്ട് കയറി വന്നിട്ട് രവീന്ദ്രൻ പറയണം, സച്ചി രണ്ട് ഇതൊന്ന് വെച്ചോളാൻ പറഞ്ഞു, കുറച്ച് കാശ് കൊടുക്കണം. അച്ഛാ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് ക്യാഷ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു 35,000 രൂപ ഉണ്ട്. അപ്പോൾ പറയും എന്താ എങ്ങനെയാ ഇതെന്താ അച്ഛ എങ്ങനെ തരുന്നത്? വേണ്ട അച്ഛ, അച്ഛൻ്റെ കാശൊന്നും വേണ്ട, അച്ഛൻ്റെ കാശൊന്നുമല്ല, അച്ഛൻ കാശിരിക്കട്ടെ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എടാ ഈ കാശ് ഇരിക്കട്ടെ, നിനക്ക് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, കാരണം എന്തിനാ എൻ്റെ അടുത്ത് കുഴപ്പം എന്താ? നീ ഈ ക്യാഷ് വെച്ചോ, നീ ഈ ക്യാഷ് വെക്കുന്നതോറും നിനക്ക് അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നിനക്ക് ഐശ്വര്യങ്ങളെന്നല്ല, നിൻ്റെ ഇപ്പോഴത്തോളം നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റത്തുള്ളൂ. ആ ആവശ്യങ്ങൾ നിറവേറ്റ്, നീ അതിനകത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ടെന്ന് പറയണം. അങ്ങനെ സച്ചി അച്ഛനോടൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അച്ഛനോടുണ്ടാകുന്നത്. എല്ലാം ആണോ ശരിയാന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയും, അച്ഛാ വളരെ ഉപകാരം, കാരണം ഞാൻ ശരത്ത് ചെയ്ത തെറ്റിന് അച്ഛനും ഇങ്ങനെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ്, ഇല്ല മോളെ, ഇത് എൻ്റെയും കുടുംബമല്ലേ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ, അപ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാവണം, ഞാനും അതിൻ്റെ അകത്ത് ഒരു ഭാഗമാകണ്ടേ? ഭാഗമാകാൻ വേണ്ടി മാത്രമല്ല, എനിക്കും അതിനകത്ത് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് മോളെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അവർ മൂന്നുപേരും നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ള കാശെല്ലാം നുള്ളിപ്പെറുക്കിക്കൊണ്ട് വരുവാണ്. അവിടെ വന്ന് പെറുക്കിക്കൊണ്ടുവന്നിട്ട് വക്കീലിനോട് കൊടുത്തിട്ട് പറയാം, സാറേ ഇതൊരു 4,75,000 രൂപ ഉണ്ട്, ഈ പിന്നെ ഒരു 25,000 എൻ്റെ വണ്ടി ഞാൻ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടുന്നത് കൊണ്ട് എങ്ങനെയും ഒരു വണ്ടി ഓടിയിട്ടാണല്ലോ സാറിൻ്റെ 75,000, ബാക്കി 25,000 രൂപ തന്നേക്കാം, 25,000 രൂപ ഞാൻ പെട്ടെന്ന് തന്നേക്കാം, ഒന്നും പേടിക്കേണ്ട സാറിന്. ഉടനെ സച്ചിയുടെ വിഷമങ്ങളും സച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്, സച്ചി ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, സച്ചി അത് നോക്കിക്കോ, കാരണം പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, നമ്മൾ കേസ് പിൻവലിപ്പിച്ചോളാം എന്ന് പറയുവാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇറങ്ങണം. അപ്പം പിന്നെ വക്കീൽ ചോദിക്കുന്നുണ്ട്, ഗുമസ്തനോട് ചോദിക്കുക, തന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, അവരുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു, എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, സാറേ അവരുടെ കുടുംബത്തിൽ 3 ആമക്കളാണ്, അതിൽ സച്ചി രണ്ടാമത്തെ, ബാക്കി 2 ആമക്കൾ അവരും കല്യാണം കഴിച്ചു. ആ 2 മരുമക്കളും എന്ന് പറഞ്ഞാൽ നല്ല കോടീശ്വരി കുടുംബത്തിലാണ്. ഈ കൊച്ചാണ്, ഈ രേവതി എന്ന് പറഞ്ഞ കൊച്ചാണ് ഇച്ചിരി പാവപ്പെട്ട കുടുംബത്തിൽ, അതുകൊണ്ടാണ് ഈ ചന്ദ്രമതി അവളെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഇത്തിരി കാശ് തന്നെ ആവശ്യമെന്ന് പറയുകയാണ്, കാശ് തന്നെ അല്ല ആവശ്യം, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ ഒന്ന് അന്വേഷിച്ച് വരുവാണ്. വക്കീലും കുമസ്തനും കൂടെ വരുവാണ്. എന്നിട്ട് പറഞ്ഞാൽ ഇത് ബാബയുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കും, ഇത് ചന്ദ്രമതി താമസിക്കുന്ന വീടെല്ലാം ചോദിക്കും. അതെ ചന്ദ്രമതി താമസിക്കുന്ന വീടാ, എന്താ കാര്യം ചോദിക്കുക, ഞങ്ങൾ വക്കീൽ ഓഫീസിൽ നിന്നിരുന്ന വക്കീലാണ്, ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് കയറി ഇന്ന് സംസാരിക്കുകയാണ്. ചന്ദ്രമതി ഞാനാണ്, വക്കീലാണ്, ഇന്നപോലെ ശരത്തിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി സാറേ എന്നൊക്കെ പറയുകയാണ്. പറയാം, എന്താ കാര്യം സാറേ, നിങ്ങൾ വന്നിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ കേസ് കൊടുത്തു തന്നെ, അതിൻ്റെ അകത്തൊരു മാറ്റമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പിടിവാശി എടുക്കാതെ, കാരണം ഇപ്പം നിങ്ങൾ അങ്ങനെ പിടിവാശി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കും പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ ഇത്തിരി കൂടെ സാവധാനത്തിൽ ഒരു തീരുമാനം എടുക്കണം നല്ലതെന്ന് ചോദിക്കും. എന്നാൽ സാവധാനത്തിൽ എന്തിനാ തീരുമാനം എടുക്കുന്നത്? സാറേ എൻ്റെ തീരുമാനം ഉറച്ചു തന്നെ, അതിനകത്തൊരു മാറ്റമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുവാണ്, മാറ്റമില്ല എന്നല്ല, ഇപ്പം നീ ഇപ്പോൾ കേസ് കൊടുത്തു, ചന്ദ്രമതി നീ കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കോടതിയിൽ ചെല്ലുക, നിങ്ങൾ ട്രിഗർ ചെയ്തിട്ടാണ് ഈ കേസ് ഉണ്ടായത്, നിങ്ങൾ ട്രിഗർ ചെയ്തിട്ടാണ് ഈ കേസ് ഉണ്ടായതെന്ന് പറയുമ്പോഴത്തേക്ക് കേസ് കോടതിക്ക് വെച്ച് അതായത് തെറ്റ് ചെയ്യുന്നതിനെക്കാട്ടും തെറ്റ് ചെയ്യാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്ന ആൾക്കാർക്കാണ് കുറ്റം വരുന്നത്. അപ്പം നിങ്ങൾ ഈ കേസ് കോടതിയിൽ നിന്ന് വാലിഡ് ആകാതെ അത് തള്ളിപ്പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴും ചന്ദ്രമതി ഉറച്ചു നിൽക്കുക, സാറേ എന്താണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കേസിനെ പിന്മാറത്തില്ല, നിങ്ങൾ പല കാര്യം പറഞ്ഞത് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കും, പക്ഷേ ഞാൻ കേസിന് പിന്മാറത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വക്കീൽ ചോദിക്കുന്നുണ്ട്, നീ ഈ കേസ് നിൽക്കുന്നുണ്ട് ചന്ദ്രമതി, എന്താ നിങ്ങളുടെ ഒരു പ്രയോജനം, എന്താ നിങ്ങളുടെ ഗുണമെന്ന് ചോദിക്കുക. എനിക്ക് ഗുണമൊന്നും വേണ്ട, അവന് ശിക്ഷ കിട്ടണം, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവന് ശിക്ഷ കിട്ടിയിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ശിക്ഷ കിട്ടിയിരിക്കണോ, ഉറപ്പാണോ? പക്ഷെ അതിലും നല്ലൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുക. എന്താ കാര്യം, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യം ചെയ്താലോ എന്ന് ചോദിക്കും. അതെന്താ സാർ ഗുണം ചെയ്താലുള്ള കാര്യം? അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തന്നാലോ എന്ന് പറഞ്ഞു. ക്യാഷ്
ആണോ? ഒന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് ക്യാഷ് തന്നാൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ കേസിനനുസരിച്ചുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 50,000 രൂപ തരുന്നു. 50,000 രൂപയോ? 50,000 രൂപയ്ക്ക് സാറേ 80,000 രൂപ ഉള്ള നമ്മുടെ ഈ കേസിൻ്റെ ഇതൊക്കെ 50,000 രൂപ 1 ലക്ഷം തരാം സാറേ. 1 ലക്ഷം പോലും പറ്റത്തില്ലെന്നറിയാം. പിന്നെ എത്ര ഉദ്ദേശിക്കുന്നത്? എനിക്ക് 2 ലക്ഷം രൂപ വേണമെന്ന് പറയും. 2 ലക്ഷം എങ്കിൽ 2 ലക്ഷം തന്നേക്കാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ ബാമ അകത്തോട്ട് അപ്പം കാശിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബാമ അകത്തോട്ട് വിളിച്ചിട്ട് പോയിട്ട് ചോദിക്കുക, എടി എന്തടി കാശിൻ്റെ കാര്യത്തിൽ നീ ഇങ്ങനെ പെട്ടെന്ന് വീണേ എന്ന് പറയുമ്പോഴത്തേക്ക്, എടി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കാശിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇത്രയും ഞാൻ കടുംപിടുത്തം പിടിച്ചതുകൊണ്ടല്ലേ, ഇത്രയും കടുംപിടുത്തം പിടിച്ചുകൊണ്ട് വാശി കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഒന്നും അറിയാതെ വന്നത്. അതുതന്നെ നമ്മുടെ ആവശ്യം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഈ പാവങ്ങളെപ്പോലെ മനസാക്ഷി കാണിച്ച് കേസും പിൻവലിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? ഒരു പ്രയോജനമില്ല. 2 ലക്ഷം രൂപ വന്ന വഴി കണ്ടില്ലേ, അത്രേ ഉള്ള കാര്യം. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ്. അപ്പോൾ ബാമ പറയാം, സമ്മതിക്കണം, നിൻ്റെ ബുദ്ധിയൊക്കെ സമ്മതിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു വിശേഷമാണ് നമ്മൾ നാളത്തെ ഇതിലേക്ക് കാണുന്നത്. അപ്പം അതിനാൽ വ്യൂവേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.